മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിൽ ഛത്രപതി ശിവാജി പ്രതിമ തകർന്നു വീണതിൽ മാപ്പ് ചോദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മറാത്ത വികാരത്തിന് മുറിവേറ്റതിൽ ഖേദിക്കുന്നുവെന്നും തലകുനിച്ച് മാപ്പ് തേടുന്നുവെന്നും മോദി പറഞ്ഞു. 8 മാസം മുമ്പ് പ്രധാനമന്ത്രിയാണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത്. छत्रपति शिवाजी महाराज को अपने आराध्य देव मानते हैं। उनके दिल को जो गहरी चोट पहुंची है, मैं ऐसे आराध्य देव की पूजा करने वालों को भी उनकी भी सर झुका करके क्षमा मांगता हूं. വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ, ഈ BJP സഖ്യ സർക്കാരിന് വലിയൊരു നാണക്കേടായി അത് മാറിയിരുന്നു. പിന്നീട് അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് തലയൂരാനുള്ള ശ്രമങ്ങളുമൊക്കെ കണ്ടു. പ്രധാനമന്ത്രിയുടെ ഈ ഖേദപ്രകടനത്തോടെ ആ വിവാദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ സർക്കാരിന്? ശ്രീനാഥ്, റിജിത്ത്, ഇക്കഴിഞ്ഞ നേവി ദിനത്തിലാണ് ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിന്ധുദുർഗയിലെ രാജ്കോട്ട് കോട്ടയിൽ ഛത്രപതി ശിവാജിയുടെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത്. അത് അനാച്ഛാദനം ചെയ്ത് ഒരു വർഷം തികയുന്നതിനുള്ളിൽ തന്നെയാണ് വെങ്കല പ്രതിമ തകർന്നു വീണത്. മഹാരാഷ്ട്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഛത്രപതി ശിവാജി എന്നത് ദൈവതുല്യമായി അവർ കാണുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പ്രതിമ തകർന്നു വീണത് BJPക്ക് തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കെ വലിയ തിരിച്ചടിയാകും എന്ന വിലയിരുത്തൽ ഉണ്ട്. ഇതേ തുടർന്നാണ് ഇന്നിപ്പോൾ മുംബൈയിൽ എത്തിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വിഷയത്തിൽ പരസ്യമായി തന്നെ മാപ്പ് പറഞ്ഞത്. ഈ മഹാരാഷ്ട്രക്കാരുടെ മനസ്സിൽ ഛത്രപതി ശിവാജിയെ ആരാധിക്കുന്നവരുടെ മനസ്സിൽ അത് വലിയ വേദനയുണ്ടാക്കി. ഈ സംഭവത്തിൽ താൻ തലകുനിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. നേരത്തെ അടൽ സേതു കടൽപ്പാലത്തിലും മുംബൈയിലെ കോസ്റ്റൽ റോഡ് പ്രോജക്ടിന്റെ ഭാഗമായി ഉണ്ടാക്കിയ തുരങ്കത്തിലുമൊക്കെ തന്നെ വിള്ളലുകൾ ഉണ്ടായതും വലിയ നാണക്കേട് BJPക്ക് ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന മോഡലുകളാണ് ഇത് എന്നുള്ള രീതിയിൽ പ്രതിപക്ഷം അത് വലിയ തോതിൽ ആളിക്കത്തിച്ചിരുന്നു. അതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് ഛത്രപതി ശിവാജിയുടെ പ്രതിമ തകർന്നതിലൂടെ ഉണ്ടാവുക എന്നൊരു വിലയിരുത്തലുണ്ട്. ഏതായാലും മറ്റന്നാൾ പ്രതിപക്ഷം സംയുക്തമായി ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് മുന്നിലേക്ക് വലിയ പ്രതിഷേധം നടത്താനിരിക്കെയാണ് പ്രധാനമന്ത്രിയുടെ ഈ മാപ്പ് പറച്ചിൽ. ശരി, ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകുകയായിരുന്നു മുംബൈയിൽ നിന്ന്.